ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് പഠിച്ചത്. വ്യക്തമായി തന്നെ നമ്മൾ ആമുഖത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആമുഖവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? USA. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? USA. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരാമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. BN റാവു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് BN റാവു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് BN റാവുവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ വർഷം 1947 ജനുവരി 22. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് ആമുഖമായി മാറിയത്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? USA. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് BN റാവു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് നെഹ്റു തന്നെയാണ്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ വർഷം 1947 ജനുവരി 22. ഞാനിത് വീണ്ടും പറയുമ്പം നിങ്ങളിതിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം തന്നെ ഉത്തരം കൂടി നിങ്ങൾ പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കണേ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഏത് വർഷമാണ് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13. അപ്പോൾ ഇത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജനുവരി 22. ഇനി ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? അത് ഭരണഘടനയുടെ ആമുഖമാണ്. അപ്പം ഭരണഘടനയുടെ ആത്മാവ്, താക്കോല്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? അത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 1949 നവംബർ 26 എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഡേറ്റ് അത് 1949 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ ഏത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനം, നിയമദിനമൊക്കെ ആയിട്ട് ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉള്ള സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്?
BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം BR അംബേദ്കർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ഇനി ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് താക്കൂർ ദാസ് ഭാർഗവ് ആണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് NA പൽക്കിവാല. അപ്പോൾ സാഹോദര്യം എന്ന വാക്ക് ആമുഖത്തിലേക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. രാഷ്ട്രീയ ജാതകം എന്ന ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവരും വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കണം കേട്ടോ. അടുത്തതായിട്ട് ഭരണഘടനയുടെ കീ നോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഏണസ്റ്റ് ബാർക്കർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ കീ നോട്ട് എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഇനി ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി നടത്തിയ വർഷം ഏതാണ്? അത് 1976 ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണയേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതി. വർഷം 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നത് ഏതാണ്? 42ാം ഭേദഗതിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിൽ നമ്മൾ പഠിച്ചു. നീതി എന്ന വാക്ക് നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നുമാണെന്ന്, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം നീതിയുണ്ട് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരം നീതിയുണ്ട്. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്, സാമ്പത്തിക നീതി, എക്കണോമിക് ജസ്റ്റിസ്, രാഷ്ട്രീയ നീതി, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ ഈ 3 നീതികളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ് ഇന്ത്യ ഈ 3 വാക്കുകൾ കടമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഒരെണ്ണം പറഞ്ഞിരുന്നു. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? അത് BR അംബേദ്കർ ആണ്. ഭരണഘടനയിൽ ആമുഖമടങ്ങിയ പേജ് അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖമടങ്ങിയ പേജ് അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാണ്? അത് റാം മനോഹർ സിൻഹ. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? ആമുഖം ഒരേ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. 42ാം ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന
എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സോഷ്യലിസം, മതേതരത്വം എന്ന ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇനി 42ാം ഭേദഗതി എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1977 ജനുവരി 3-നാണ്. അപ്പോൾ 1976 ഭരണഘടനാ ഭേദഗതി വന്നു. ആ ഭരണഘടനാ ഭേദഗതി നിയമം മൂലം നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. ഈ പറഞ്ഞവയെല്ലാം തന്നെ വീണ്ടും ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ക്ലാസ് വീണ്ടും കേൾക്കുക, കേട്ട് പഠിക്കുക. താങ്ക് യു എവരിവൺ.